ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് വേൾഡ് മോട്ടോർ സൈക്കിൾ ഡേ ആണ്, 21 ഇന്ന് സൺഡേ. അപ്പോൾ ഞാനിന്ന് രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. നമ്മൾ തൃശ്ശൂർ നമ്മളെ അഡ്രിനാലിൻ നടത്തുന്ന എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രോഗ്രാമാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് റൈഡേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഇവൻ്റാണ് നടക്കാൻ പോകുന്നത്. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, ബൈക്ക് സ്റ്റണ്ടിങ്, അതുപോലെ തന്നെ ഒരു റൈഡേഴ്സ് ഗ്യാതറിങ്, പിന്നെ കുറേ ഗെയിംസ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ തൃശ്ശൂരാണ് എത്തിയിട്ടുള്ളത്. നല്ലൊരു സ്ഥലത്ത് ഞാൻ ഇപ്പോൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഏകദേശം 7 മണി ആവുന്നേ ഉള്ളൂ, 6:45 നേരം. ഞാൻ മോർണിംഗ് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ പരിപാടി നടക്കുന്നത് തൃശ്ശൂർ പിന്നെ നിധി കോട്ടേജ് പറയുന്ന റിസോർട്ടിലാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫെസ്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാം. ഗൈസ്, രാവിലെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ റൂട്ടിലൂടെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. 2 സൈഡിലും ഫുൾ ഗ്രീനറി, അടിപൊളിയായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മീറ്റപ്പിന് വേണ്ടി പോകുന്നത്. ഞാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല ഗൈസ്. കാരണം അഡ്രിനാലിൻ്റെ സ്റ്റാർട്ട് തൊട്ട് തന്നെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു മോട്ടോ ഫെസ്റ്റ് 2026 എത്രത്തോളം അടിപൊളിയായിരിക്കും ഉള്ള കാര്യത്തിലും ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളെത്തി. ഇവിടെ എത്തി. ഷോർ പരിപാടി ഗൈസ്, വൻ പരിപാടി, മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. വൻ കോർഡിനേഷൻ, വൻ ലെവൽ പരിപാടികൾ നടക്കാൻ പോകണേ. ഞാൻ എന്തായാലും എല്ലാം കാണിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഏരിയ. ഇവിടെ നമുക്ക് സ്റ്റിക്കേഴ്സും ടീഷർട്ട്സും ക്യാപ്പും എല്ലാം നമുക്ക് ഉണ്ടായിരിക്കും. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം നമുക്ക് കയറാൻ. ഗൈസ്, ഈ മോട്ടോ ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്രിനാലിൻ അഡ്വഞ്ചേഴ്സ് ടീമിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്. പക്ഷേ ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയും അടിപൊളിയായിരിക്കും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലാഗ് കെട്ടാൻ വേണ്ടി മരത്തം പറ്റിയാലോ, നമുക്ക് കുറേ ഫ്ലാഗുകൾ കെട്ടാനുണ്ട്. ഗൈസ്, പകുതി ആയപ്പോഴേക്ക് ഏകദേശം വെയിൽ കൊണ്ടിട്ട് നല്ല രീതിയിൽ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാരങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു, ഒരു ഷോപ്പിൽ കയറി. അവിടെ അട്ടാറ് വ്യൂ ആയിരുന്നു പുറത്തോട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് നമുക്ക് കുറച്ച് റൈഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഗൈസ്, അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഞാൻ വരുന്നു പറഞ്ഞിട്ടുള്ള നമ്മുടെ ടീം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു ഇവർ എത്തിക്കഴിഞ്ഞ സമയത്ത്. നമുക്ക് കൊച്ചിയിൽ നിന്ന് മാത്രമല്ല, നമുക്ക് ഓൾ കേരള മൊത്തത്തിൽ എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട റൈഡേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരെ എന്ത് ചെയ്യേണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു മീറ്റപ്പിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ്, എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു. നല്ല മഴ എന്ത് ചെയ്തു, അങ്ങ് അടിച്ചു പൊളിച്ച് പെയ്തു. നമ്മളെ സ്പോൺസേഴ്സിൻ്റെ എല്ലാം സ്റ്റോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനാഗ്രേഷൻ ആണ് ഫസ്റ്റ്. Today is about freedom and today is about all the miserable things that you have done in your rider journey, right? So അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ നമ്മുടെ ഈ ഒരു അഡ്രിനാലിൻ അഡ്വഞ്ചേഴ്സ് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ കേരള ബേസ്ഡ് കമ്പനിയാണ് നമ്മുടെ ഈ ഒരു അഡ്രിനാലിൻ അഡ്വഞ്ചേഴ്സ്, റൈറ്റ്? So we bring together the passionate travelers and riders. I would like to invite Mr. Freddie John onto the stage, please. So please. Lubricants Future X powered by Autopilot. വേദിയിലേക്ക് ഒരു സ്പീച്ചിനായി സ്വാഗതം ചെയ്യുകയാണ്.
sponsors, partners, and motorcycle enthusiasts gathered today. On behalf of Adrenaline Adventures and on behalf of my partners. എന്താ പറയുക, റൈഡിങ് മീൻസ് മെനി തിങ്സ് മെനി പീപ്പിൾ. ഫോർ മീ ഇറ്റ് വാസ് ഹീലിംഗ്. സെക്കൻഡ് ഇറ്റ് വാസ് എക്സ്പ്രഷൻ ഓഫ് മൈസെൽഫ്. ഗൈസ്, വൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താ അറിയാത്ത സന്തോഷമുണ്ട്. കാരണം അഡ്രിനാലിൻ്റെ ഈ പ്രോഗ്രാം ഈ ഒരു റേഞ്ചിലേക്കൊക്കെ മാറി വന്നപ്പോൾ ഭയങ്കര സന്തോഷം. എന്തായാലും ഇവിടെ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗെയിംസ് കാണാം കേട്ടോ. സ്ലോ റേസിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് സ്ലോ റേസിംഗ്. ഗൈസ്, ഈ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ട്രഷർ ഹണ്ടാണ്. ഏത് ഗെയിംസ് കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ട്രഷർ ഹണ്ട് എന്ന് പറയുന്നത് അത്രയും അടിപൊളിയായിരിക്കും. ഇതിലൊരു ടീമിൻ്റെ ഇൻസ്ട്രക്ടർ ഞാനായിരുന്നു. ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു. നിങ്ങൾ തരേ, അവിടെ ഉണ്ടാവും ഒരു ക്ലൂ എവിടെയെങ്കിലും ഉണ്ടാവും. ഇഷ്ടം പോലെ ഉണ്ട് മാവ്, അവിടെ തിരഞ്ഞാൽ മതി. ഇവിടെ പോട്ടെ പോട്ടെ. ഐസ് ഓടി അവിടെ എത്തി. ഐസ് ട്രഷർ കണ്ട് അത് ഒരു പിടിയില്ല. അത് ലാസ്റ്റ് ക്ലൂ കുറച്ച് ടഫാണ്. അങ്ങനെ ഗൈസ്, ട്രഷർ ഹണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ഉച്ചയായി. എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ഫുഡ് കഴിക്കാം. ഗൈസ്, ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാണ്ടായിരുന്നില്ല. നല്ല സൂപ്പർ നെയ്ച്ചോറ്, നല്ല ബീഫ് കറി, അതിലേക്ക് ചിക്കൻ ഫ്രൈ, പിന്നെ കുറച്ച് സാലഡ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് പൊളിയായിരുന്നു. അങ്ങനെ ഒരു ഉഷാറായിട്ടുള്ള ഒരു ലഞ്ചിന് ശേഷം നല്ലൊരു മ്യൂസിക് സെഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സെഫീർ ബ്രോയുടെ ഈ ഒരു അടിപൊളിയായിട്ടുള്ള മ്യൂസിക് സെഷന് ശേഷം നമ്മൾ ഷോർട്ട് റൈഡ് പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 140 ബൈക്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. കാരണം ഇത്രയും അടിപൊളിയായിട്ട് കറക്റ്റായിട്ടുള്ള ലൈനപ്പ് കീപ്പ് ചെയ്ത് എല്ലാവരും പോകുന്നത് കാണാൻ ഭയങ്കര രസം തന്നെയായിരുന്നു. ഈ വേൾഡ് മോട്ടോർ സൈക്കിൾ ഡേയുടെ അന്ന് എല്ലാവരും ചെറിയ ചെറിയ റൈഡുകളൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് ഇത്രയും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് തന്നിട്ടുള്ള, അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കണ്ടക്ട് ചെയ്ത് തന്നിട്ടുള്ള അഡ്രിനാലിൻ അഡ്വഞ്ചേഴ്സിനോട് എന്ത് പറയണമെന്നുള്ളത് ശരിക്ക് എനിക്കൊരു ഐഡിയ ഇല്ലാതായിപ്പോയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം അത്രയും എൻജോയബിൾ ആയിരുന്നു
ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ ഏകദേശം എത്താനായിട്ടുണ്ട്. നമ്മളൊരു ബീച്ചിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന നിധി കോട്ടേജിൻ്റെ തന്നെ വേറൊരു പ്രോപ്പർട്ടി അവിടെ ഉണ്ട്. അവിടെ നമുക്ക് നല്ല ബീച്ച് വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് കുറഞ്ഞ സമയം സ്പെൻഡ് ചെയ്യാനുള്ളൂ, ഏകദേശം ഒരു 10-15 മിനിറ്റ്. അതിനുശേഷം നമുക്ക് തിരിച്ച് പോകണം. ബിക്കോസ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റണ്ടിങ് വെയിറ്റിംഗ് ഉണ്ട്. ഗൈസ്, ഞങ്ങൾ ബീച്ചിലേക്ക് വന്നതാണ്. ചെറിയ റൈഡ്, ഒരു 10 കിലോമീറ്റർ റൈഡിന് വേണ്ടി വന്നതാണ്. അവിടെ നിന്ന് ഒരു നിധി കോട്ടേജിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ പോകണം എല്ലാവരും കൂടെ. ഞങ്ങളെ വെള്ളത്താറായിട്ട് ചിലപ്പോൾ വരും. അങ്ങനെ ബീച്ചിലെല്ലാവരും കൂടെ നല്ല കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, നമ്മളെല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം തിരിച്ച് നമ്മൾ പോവുകയാണ്. കാരണം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിസോർട്ടിൽ നമ്മളെ സ്റ്റണ്ടിങ് ടീം വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ തീരുവും സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ സ്റ്റണ്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റണ്ടിങ് ആണ്. ഇത് ഗൈസ് അഡ്രിനാലി അഡ്വഞ്ചേഴ്സിൻ്റെ ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇവൻറ്റ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത്രയും അതിഗംഭീരമായിട്ട് തന്നെ നമ്മുടെ ടീം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഹാറ്റ്സ് ഓഫ് പറയുകയാണ്. ഇതിന് ശേഷം ജസ്റ്റ് ഒരു പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്ത ആളുകൾക്കുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അഡ്രിനാലിൻ്റെ റൈഡിനും കാര്യങ്ങൾക്കൊക്കെ വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യുക, അഡ്രിനാലിൻ അഡ്വഞ്ചേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന പേജിലൊരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബൈ.